ഹലോ സ്റ്റുഡൻറ്. പിന്നെ ഈ എക്സാമ്പിൾ 2.14 നമുക്കൊന്ന് നോക്കാം. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എ റോളർ ഓഫ് റേഡിയസ് r equal to 300 mm and weighing 2000 Newton is to be pulled over a curb of height 150 mm as shown in the figure by applying a horizontal force F applied to the end of a string wound around the circumference of the roller. Find the magnitude of force F required to start the roller move over the curve. And the next part കൂടെ പറയുന്നുണ്ട്. What is the least pull F to the center of the wheel to just turn the roller over the curve. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഈ ക്വസ്റ്റ്യൻ എത്ര പാർട്ടുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് 2 പാർട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ സ്ട്രിങ് അതിന്റെ സർക്കംഫറൻസിൽ കൂടെ ആ ഫിഗറിൽ കാണിച്ചതുപോലെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ ഫോഴ്സ് എഫ് ജസ്റ്റ് ആ കർബിന്ന് ആ ബോള് മുകളിലേക്ക് എടുക്കാൻ വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പാർട്ട്, ഇനി ആ ഫോഴ്സ് എഫ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പുള്ളിയുടെ സെൻട്രിൽ കൂടാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിനകത്ത് ഇപ്പം പറഞ്ഞിരിക്കുന്ന മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റോളർ ഈ കർബിലോട്ട് മൂവ് ആവുമ്പോൾ ഒരു മിനിറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ റോളർ ഇപ്പൊ ഇങ്ങനെ ഈ കർബിന്റെ മുകളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ കോണ്ടാക്ട് ഇല്ലാതാവും. ഓക്കെ, അപ്പൊ പിന്നെ എവിടെയൊക്കെ ഉണ്ട്? ഈ ഒരു പോയിന്റ് മാത്രമായിരിക്കും കോണ്ടാക്ട്. അത് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു സ്റ്റാർട്ട് ദി റോളർ മൂവ് ഓവർ ദി കർവ്. ഈ കർബിന്ന് ജസ്റ്റ് മൂവ് ഓവർ ദി കർവ് ആകുകയാണെങ്കിൽ മാത്രമല്ല നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. ഈ കർബിൽ നിന്ന് മൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ പോയിന്റ് ഉണ്ടാവില്ല, ഇവിടെ മാത്രമേ കോണ്ടാക്ട് വരുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നോക്കണം. അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് എഫ് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ ഫോഴ്സ് വരുമോ? ഇല്ല, കാരണം ഇത് മുട്ടുന്നില്ല. ഇനി ഇവിടുത്തെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെയിറ്റും കാണും. അപ്പൊ ഇത്രയും 3 ഫോഴ്സസ് വരുന്നുള്ളൂ ഫസ്റ്റ് ഇതില്. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നോക്കാം. ഇതിനകത്ത് ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഉണ്ട്, പിന്നെ ഇതിന് വെയിറ്റ് കാണും. വെയിറ്റ് സെൻട്രലിൽ നിന്ന് താഴേക്കുണ്ടാവും. വെയിറ്റ് ഡബ്ല്യു ഉണ്ട്, പിന്നെ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ആറ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഒരു ഡബ്ല്യു ഉണ്ട്, ആർ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിലിപ്പോ വെയിറ്റ് ഡബ്ല്യു താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
എഫും ഇതിലെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യണം? നമുക്ക് കൺകറന്റ് ഫോഴ്സസ് ആണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഈ സൂപ്പർ പൊസിഷൻ നമ്മളെന്തോ ട്രാൻസ്മിഷൻ ഇതും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഫോഴ്സ് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. അപ്പൊ ഡബ്ല്യുവിനെ അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആറിനെ എന്ത് ചെയ്യണം? അതേപോലെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇങ്ങനെ പോകും. ഓക്കെ, ആറും അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഫോഴ്സസ് ആയി ഡബ്ല്യു ആർ എഫ്, ഇത്രയും ഫോഴ്സസ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് സോൾവ് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ സെന്റർ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഇനി നമ്മൾ മാത്സിലെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിൽ നമുക്കിപ്പോ ഈ ആംഗിൾ അറിയില്ല അല്ലേ? ഇനി അപ്പൊ ഈ ആംഗിൾസ് ഒന്നും അറിയില്ല. ഈ ആംഗിൾ എത്ര ആണെന്നൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. വേറൊരു കളർ യൂസ് ചെയ്യാം. ഈ ആംഗിൾ ഒന്നും നമുക്ക് അറിയില്ല. ഈ ആംഗിൾ അറിയില്ല, ഈ ആംഗിൾ അറിയില്ല. ഇതൊന്നും അറിയാൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ തന്ന ഗീവൻ ഡേറ്റ വെച്ചിട്ട് എന്തുമാത്രം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എന്റെ ക്വസ്റ്റ്യനില് ഇതുണ്ട് 300 തന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇത്രയും റേഡിയസ്, ഈ സർക്കിളിന്റെ ഈ നമ്മുടെ റോളറിന്റെ റേഡിയസ് 300 ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ സെന്ററിൽ നിന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങോട്ട് ഫോം ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തു. നമുക്ക് ഡയമെൻഷൻസ് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞങ്ങൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് എ, ഇത് സി, ഇത് ഒ, ഇത് ബി. ഓക്കെ, ഇത് ഒ ആണ്. ഓക്കെ, നമുക്ക് ഈ ആംഗിളിനെ ഒരു കാര്യം ചെയ്യാം. ഈ ആംഗിള് നമുക്ക് ആൽഫ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് റേഡിയസ് ആണല്ലോ. റേഡിയസ് എത്ര? 300. അപ്പൊ ഇത് എത്രയാണ്? ഈ ആംഗിള്, ഈ ഇത്രയും ഡിസ്റ്റൻസ് ഇത് നമുക്ക് ഇവിടെ കണ്ട ഇവിടം വരെ എത്രയാണ്? 150 ആണ് തന്നിട്ടുണ്ട്. ഇത്രയും 300. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 300 മൈനസ് 150. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വന്നു? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് വേറെ കളർ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ആ ഡിസ്റ്റൻസ് നമുക്ക് 150 ആയിട്ട് കിട്ടും. ഇത് 150 ആയിട്ട് അറിയാം. അപ്പൊ നമുക്ക് കിട്ടി OC equal to 150 mm and OA equal to 300 mm. Then നമുക്ക് ഈ ട്രയാങ്കിൾ OAC ന്ന് നമുക്ക് എന്ത് കിട്ടും? cos alpha equal to OC by OA, which means 150 by 300 equal to 1 by 2, which means alpha equal to 60 degree. Okay, നമുക്ക് ഈ ആംഗിൾ 60 കിട്ടി. ഇനിയിപ്പോ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം അല്ലേ? സൂം ചെയ്ത നമുക്കിതിപ്പോ കിട്ടി. എത്ര? ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രീസ് കിട്ടി. ഇത് നമുക്ക് അറിയാം റൈറ്റ് ട്രയാങ്കിളിന്റെ അല്ലേ? ഇത് 90 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ആയിരിക്കും? 30. ഓക്കെ, സിമ്പിൾ മാത്സേ ഉള്ളൂ. ഇത് എനിക്ക് 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും വരിക? ഇത് വരിക 120 അല്ലേ? ഇത് മൊത്തം 180 വരും. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 120. ഓക്കെ,
എനിക്ക് ഈ ആംഗിളും ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കിയാൽ, ട്രയാങ്കിൾ ഒ എ ബി, ഒ എ ബി, ഇതില് ഒ എ ഈക്വൽ ടു ഒ ബി അല്ലേ, കാരണം രണ്ടും റേഡിയസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പണ്ട് സിമിലർ ട്രയാങ്കിളിലൊക്കെ പഠിച്ചു, രണ്ട് സൈഡ് സെയിം ആണ്, അപ്പൊ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. വിച്ച് മീൻസ് ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ, രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇത് 120 ആണ്. അപ്പൊ പിന്നെ ഇത് എത്ര ആയിരിക്കും, ബാക്കി വരിക 60 ആണ് അല്ലെ, ട്രയാങ്കിളിന്റെ 60 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഹാഫ് ഹാഫ് ആണെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടുക എത്രയാണ്, 30 ഡിഗ്രി. ഇത് എത്രയായിട്ട് കിട്ടി, 30 ഡിഗ്രി ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾസ് ഒക്കെ, ഇത് 30 ആണെങ്കിൽ ഇത് നമുക്കറിയാം എത്രയായിരിക്കും, 60 ഡിഗ്രി. നമുക്ക് ഓൾറെഡി കുറെ ആംഗിൾസ് ഒക്കെ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, 3 ഫോഴ്സസേ ഉള്ളൂ, നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുന്നതിന് ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഒത്തിരി തവണ പറഞ്ഞാണ്. ഇതില് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതില് എന്താണ്, ഇത് y കമ്പോണന്റ് മാത്രമേ ഡബ്ല്യുവിനുള്ളൂ അല്ലെ, അല്ലെങ്കിൽ എഫിന് എന്ത് മാത്രമേ വരൂ, എക്സ് കമ്പോണന്റ് മാത്രമേ വരൂ. ഈ ആറിന് മാത്രമാണ് എന്ത് വരിക, എക്സിലും ഒരു കമ്പോണന്റ് വരും, എക്സിൽ ഒരു കമ്പോണന്റ് വരും, വൈയിൽ ഒരു കമ്പോണന്റ് വരും. അങ്ങനെ ഇത് ഇൻക്ലൈൻഡ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സുഖമായിട്ട് അതിന്റെ കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കാം, ഒരുപാടില്ല. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതിപ്പോ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ പാരലായിട്ട് ഈ രണ്ട് ലൈനും പാരലാണല്ലോ അല്ലെ, ഈ ലൈനും പാരലാണ്, ഈ ലൈനും പാരലാണ്. അങ്ങനെയാണെങ്കിൽ പാരൽ ലൈനെ ഇങ്ങനെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും, ഈ ആംഗിളും സെയിം ആയിരിക്കും. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 60 ആയിരിക്കും അല്ലെ. ഡി കമ്പോണന്റ് എന്തായിരിക്കും, ആർ കോസ് 60. ഇതെന്തായിരിക്കും, ആർ സൈൻ 60. ഇനി സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഞാൻ സോൾവും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇവിടെ ഡബ്ല്യു എത്രയാണ്, നമുക്ക് വാല്യൂ ഉണ്ട്, ഡബ്ല്യു 2000. നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം, 2000 ന്യൂട്ടൺ. നമുക്ക് ഇക്വേഷൻസ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്തൊക്കെയാണ്, സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് ഐ അല്ലേ. നമുക്ക് ആദ്യം ചെയ്യാം, നമുക്ക് ആദ്യം സിഗ്മ എഫ് വൈ, 1 സെക്കൻഡ്, എഫ് വൈ ഈക്വൽ ടു 0, അത് സോൾവ് ചെയ്യാം. കാരണം അവിടെ ആകുമ്പോൾ രണ്ട് അൺനോണേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ചെയ്തത്. സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എന്താണ്, രണ്ട് ഫോഴ്സല്ലേ ഉള്ളൂ y ഡയറക്ഷനിലേക്ക്. ഒന്നുള്ളത് ഈ ആർ സൈൻ 60 മുകളിലേക്കുണ്ട്, ഇനി ഡബ്ല്യു താഴേക്കുണ്ട്. ഓക്കെ, കൊടുക്കാം, സിംപ്ലൈസ് ആർ സൈൻ 60 പോസിറ്റീവ്, ഡബ്ല്യു നെഗറ്റീവ് അല്ലെ, 2000 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് 6 കിട്ടും അല്ലെ, 2000 ബൈ ഇത് കിട്ടും സൈൻ 60. Okay, now we can go for
sigma fx is equal to 0. Second equations of equilibrium. This implies ഇവിടെ നോക്കിക്കേ ഏതൊക്കെയാണ് പോസിറ്റീവ് എക്സിൽ പോകുന്നത്. ആർ കോസ് തീറ്റ പോസിറ്റീവ് എക്സിൽ പോകുന്നുണ്ട്. പിന്നെ എഫ് നെഗറ്റീവ് സൈനിലാണ്. ഡബ്ല്യുവിന് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, സോ ദർ ഈസ് നോ force along the x direction. Okay, now r cos theta in positive direction minus f equal to 0. We can get f equal to r cos 60. നമുക്ക് ആറിന്റെ വാല്യൂ അറിയാം, അത് ഇവിടെ കൊടുത്തന്നെ ആർ കിട്ടി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഞാനിപ്പോ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതില് നമ്മൾ ചെയ്തത് ആദ്യത്തെ കേസാണ് ഇപ്പൊ ചെയ്തത്. ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഫിഗറിലെ പോലെ തന്നെ. ഇതില് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡബ്ല്യു എപ്പോഴും സെന്ററിൽ കൂടെ ആയിരിക്കും ഒരു ബോളിന്റെ ആക്ട് ചെയ്യുന്നു. റോളറോ എന്താണേലും ആക്ട് ചെയ്യുന്നു. അതിന് നമുക്ക് സൂപ്പർപൊസിഷൻ കാരണം മുകളിലേക്കാക്കി. അപ്പൊ ഇത് മൂന്ന് കൺകറന്റ് ഫോഴ്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആറ് എവിടെ തന്നെ ആക്ട് ചെയ്യണം, ഈ പോയിന്റ് ബി. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് ആറ് ഡബ്ല്യു അപ്പൊ ഇത്രയും ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇനിയുള്ള പ്രോബ്ലത്തിൽ എന്ത് ടെക്നിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ മനസ്സിലാവും. സാധാരണ നമ്മുടെ മാത്സിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ ആംഗിൾസ് മൊത്തം ആംഗിൾസ് കണ്ടുപിടിച്ചാൽ പിന്നൊന്നുമില്ല, ഇത് ജസ്റ്റ് റിസോൾവ് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്പൊ ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുപോലെ ഇനി നമുക്ക് അടുത്ത പാർട്ടുണ്ട് അല്ലേ. അടുത്ത പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി ലീസ്റ്റ് പുൾ എഫ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. വാട്ട് ഈസ് ദി ലീസ്റ്റ് പുൾ എഫ് ടു ദി സെന്റർ ഓഫ് ദി വീൽ ടു ജസ്റ്റ് ടേൺ ദി റോളർ ഓഫ് ദി കർവ്. എന്താണ് ഈ ജസ്റ്റ് മുകളിൽ കൂടെ പോകാൻ വേണ്ടി ലീസ്റ്റ് പുള്ള് ഈ സെന്ററിൽ നിന്ന് കൊടുക്കേണ്ടത്. നമ്മളിത് സർക്കംഫറൻസിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇത് ഇവിടുന്ന് സെന്ററിൽ നിന്നാണ് പുള്ളിയുടെ വലിക്കുന്നെങ്കിൽ എന്തുമാത്രം കൊടുക്കണം. ലീസ്റ്റ് പുള്ള് ഏറ്റവും മിനിമം ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ ഏകദേശം ഇതുപോലെ വരും അല്ലേ, സെന്ററിൽ നിന്നുള്ളൊരു പുള്ള്. അപ്പൊ എഫ് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോഴിതും ഓർക്കാം, ഇവിടുന്ന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഇവിടുന്ന് എന്താവും, ഇവിടെ ടച്ച് ആവൂല അല്ലെ, ഇവിടുന്ന്. അപ്പൊ ഇവിടെ ടച്ച് ആവും, പിന്നെ ഇവിടെ പോകും അല്ലെ. അപ്പൊ ഇവിടെ ടച്ച് ആവുന്നുണ്ട്, ഇവിടുത്തെ റിയാക്ഷൻ വരും, പിന്നെ ഇതിന്റെ വെയിറ്റും വരും, പിന്നെ ഈ എഫും വരും. ഇങ്ങനെയാണ് പുതിയത് വരിക. ഓക്കെ, പുതിയ ഫോഴ്സ്. അതിന്റെ നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ വരച്ച് നോക്കാം. നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരിക നമുക്ക് നോക്കാം. ഇതിനകത്ത് എല്ലാ ഫോഴ്സും സെന്ററിൽ നിന്ന് ആക്ട് ചെയ്യും. മറ്റേ നമ്മുടെ വ്യത്യാസം സെന്ററിൽ നിന്നല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഓരോ ഫോഴ്സ് ആയിട്ട് നോക്കാം. ജസ്റ്റ് സെന്റർ ആണെങ്കിൽ ഒരു ഫോഴ്സ് ഡബ്ല്യു താഴേക്കുണ്ട്, ഒരു ഫോഴ്സ് ഡബ്ല്യു, പിന്നെ എഫ് മുകളിലേക്കുണ്ട്, അതുപോലെ തന്നെ ആർ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്. റിയാക്ഷൻ ആറ്. അപ്പം ഡബ്ല്യു ആർ എഫ്. ഓക്കെ, ഇത്രയും ഫോഴ്സസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്.
ആൽഫ എത്രയാണ്. അപ്പൊ ഇത് 60 തന്നെയായിരിക്കും. ഓക്കെ, 60 തന്നെയാണെന്നറിയാം. പക്ഷെ നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്യണം. നമുക്ക് ഈ ആംഗിൾ ഒന്നും അറിയില്ല, നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ, തീറ്റ ആയിട്ട് എടുത്തു. നമുക്ക് ആകെ അറിയാവുന്ന ഈ ആംഗിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുമ്പോൾ വേറെ ഒന്നും കിട്ടുന്നില്ല, ആംഗിൾസ് ഒന്നും. അപ്പൊ നമുക്ക് ഇനി തീറ്റ ഒക്കെ കണ്ടുപിടിച്ചേ പറ്റും. നമുക്കറിയാം ഇപ്പം നമുക്ക് ബേസിക് ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് സിഗ്മ എഫ് എക്സിന്റെ ആദ്യം ഇംപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മുടെ എക്സ്, ഇത് നമ്മുടെ വൈ. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ ഡയറക്ഷൻ. സിഗ്മ എഫ് എക്സ് നമുക്ക് ആദ്യം വേണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ ഈ ആറിന് എന്ത് വരും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും, കാരണം ഇൻക്ലൈൻഡ് ആണ്. ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും. എഫിനും അതുപോലെ എന്ത് വരും, വേറൊരു കളർ കൊടുക്കാം. എഫിന് എന്ത് വരും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും, കാരണം ഇൻക്ലൈൻഡ് ആണല്ലോ. ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും ഡയറക്ഷൻ. ഡബ്ല്യുവിന് വേറെ കമ്പോണന്റ് ഒന്നും വരില്ല, കാരണം അത് വൈ ആക്സിസിനേക്കാൾ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 60. ഓക്കെ, അപ്പൊ നമുക്ക് റിസോൾവ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇത് 60 ആയിട്ട് എടുത്തു, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് 30 ആയിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കൺവെൻഷൻ ശരിയാണെന്നേ ഉള്ളൂ. ഇത് 60 ആകുമ്പോൾ ഇതെന്താണ്, ആർ കോസ് 60, ഇത് ആർ സൈൻ 60. ഓക്കെ, ഇതെന്ത് വരും, എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. നമുക്ക് കമ്പോണൻസ് ഒക്കെ ആയി. അപ്പൊ എഫക്ട് സിഗ്മ എഫക്റ്റിന്റെ നമുക്ക് നോക്കാം. സിഗ്മ എഫക്ട് അപ്പൊ എക്സിന്റെ ഡയറക്ഷൻ, ഇവിടെ ഈ ആർ സൈൻ തീറ്റ എന്താണ്, പോസിറ്റീവ് ആണ് അല്ലെ. ആർ സൈൻ തീറ്റ പോസിറ്റീവ് ഡയറക്ഷൻ പോകുന്നുണ്ട്. പിന്നെന്താണ്, മൈനസ് എഫ് കോസ് തീറ്റ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ആർ സൈൻ തീറ്റ, ആർ സൈൻ 60, ആർ സൈൻ 60 ഈക്വൽ ടു 0 ആണ്. 60 ഈക്വൽ ടു എഫ് കോസ് തീറ്റ. ഇതിൽ നമുക്ക് എന്ത് എഴുതാം, ആറിനൊരു ഇക്വേഷൻ അങ്ങനെ ആക്കി വെക്കാം, എഫ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, സൈൻ 60. ഇനി നമുക്ക് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആ ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. വൈ ഡയറക്ഷനിൽ ഏതൊക്കെ പോസിറ്റീവ്, എഫ് സൈൻ തീറ്റ പോസിറ്റീവ് ആണ്, എഫ് സൈൻ തീറ്റ പ്ലസ് ആർ കോസ് തീറ്റയും പോസിറ്റീവ് ആണ്, മൈനസ് ഡബ്ല്യു ഈക്വൽ ടു എന്താണ്, 0. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈ ആറിന് വേണമെങ്കിൽ എഫ് കൊടുക്കാം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് കാൽക്കുലസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ടെക്നിക്സുകളിലും. എഫ് കോസ് തീറ്റ ബൈ സൈൻ 60 കോസ് 60 ഈക്വൽ ടു ഡബ്ല്യു അപ്ലൈ കൊണ്ട്. ഓക്കെ, ഇങ്ങനെയാക്കി. ഇനി നമുക്ക് ഇതിനെ എന്താ, എഫ്
എഫ് ഞാൻ കോമൺ എടുക്കാറുണ്ട്. എഫ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ cos 60 by sin 60 and cot 60 equal to W. അത് ഞാൻ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടാം. തീറ്റ പ്ലസ് കോസ് തീറ്റ cot 60 equal to W by F എന്നിട്ട്. Okay. Now the question, okay, find out and we have to find out that we have to find out the least pull F through the center. നമുക്ക് കിട്ടേണ്ട ലീസ്റ്റ് പുൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇത്രയായി. നമ്മുടെ ബുക്കിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് ലീസ്റ്റ് പുള്ളാണ് കണ്ടുപിടിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എഫിന്റെ ഈ എഫ് എന്ന് പറയുന്ന ടേമിന്റെ ഏറ്റവും ഏറ്റവും മിനിമം ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഏറ്റവും മിനിമം ആണ്. അങ്ങനെ ഡബ്ല്യു ബൈ എഫ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആയിരിക്കണം. ഫോർ ഡബ്ല്യു ബൈ എഫ് ടു ബി മാക്സിമം എന്താണ് നമുക്ക് ചെയ്യുന്നത്? നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, കാൽക്കുലസിലൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മള് ഡി ബൈ ഡി തീറ്റ ഓഫ് ഡബ്ല്യു ബൈ എഫ് ഈക്വൽ ടു 0 അല്ലെ. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ തീറ്റ വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പൊ സൈൻ തീറ്റ എന്താണ്? കോസ് തീറ്റ. ഓക്കെ, പിന്നെ ഇതെന്താവും? ഇതറിയാം, കോൺസ്റ്റന്റ് അല്ലേ. നമുക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട്. cot 60 sin theta അല്ല ഈക്വൽ ടു 0. നമുക്ക് ഇത് വന്ന് മനസ്സിലായി. മൈനസ് വന്നത് കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ. ഓക്കെ, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. cos theta ഈക്വൽ ടു cot 60 sin theta. റീഅറേഞ്ച് ചെയ്യുമ്പോൾ cos theta ബൈ cot 60 എന്നാണ് അല്ലെ. cos ബൈ sin theta എന്ന് പറയുന്നത് എന്താണ്? cot theta ഈക്വൽ ടു cot 60. So theta equal to 60. ഓക്കെ, കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം.